മുളകെല്ലാം ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ കുറേ പറിച്ചു. ഇവിടുന്ന് ഇല്ല, തീർന്നില്ലേ? കാണിച്ചേ പറിച്ചത്, പറിച്ചതൊന്ന് കാണിച്ചേ. ഇനിയുണ്ട് ഒത്തിരി പറിക്കാൻ. ഈ മഴയത്ത് എങ്ങനെ ഉണക്കുന്നേ? മഴയത്ത് നോക്കാം. ഒരു പെട്ടി എടുത്തുകൊണ്ട് ഇരിപ്പുണ്ട്. അതെങ്ങനെ തുറക്കുമെന്ന് അറിയത്തില്ല. കാണിക്കാം നിങ്ങളെ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരു കായ ഉണ്ടായി. ഇത് കായല്ല, ഇത് പൂവാ. ഇത് ചുമന്നതാ. കഴിഞ്ഞ തവണ എത്ര എണ്ണം ഉണ്ടായില്ലേ? കഴിഞ്ഞ തവണ ഒരു 5-8 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആകെ ഒരെണ്ണം അതേ ഉണ്ടായത്. ഇനി ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. മരുന്നൊക്കെ അടിച്ചിട്ടിരിക്കുക. മൊത്തം പറിച്ചോ? ഈയത്ത് കുളിച്ചല്ലോ. നമ്മുടെ ഒരു ചെറിയൊരു കുരുമുളകാണ്. അത് തന്നെ ഒത്തിരി മുളക് നമുക്ക് കിട്ടി. ഇപ്രാവശ്യം ഒത്തിരി കിട്ടി. ഇനി കഴിവാണ്. ഇനി ഒന്ന് കഴുകി വെയിലത്തോട്ട് വെക്കാന്ന് വെച്ചാൽ, കാരണം താഴെയായിരുന്നു ഏറ്റവും കൂടുതൽ മുളക്. അപ്പോൾ അതേലപ്പം ഇതൊക്കെ കാണും, മണ്ണൊക്കെ കാണും. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിനെ നമ്മൾ ഉണക്കി പൊടിച്ചു വെക്കും. വേറെ കൃത്രിമങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നമ്മുടെ വീട്ടിലെ മുളകല്ലേ. ഇപ്പോൾ ഒരു വെയിലൊക്കെ കാണും. മഴ പെയ്യായിരുന്നാ മതിയില്ലേ? ഉണ്ട്, വെണ്ടയ്ക്കുണ്ട്. നമുക്ക് ആ പെട്ടിയുടെയും കൂടെ ഇനിയും കുളിച്ചിട്ടെ ആ പെട്ടി ഒന്ന്. പെട്ടിയുടെ കാര്യം ഞാൻ പറയാം. കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെട്ടിയുടെയും കൂടെ ഒന്ന്. രാവിലെ തുടങ്ങിയ പരിപാടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഇനിയിപ്പം ബാക്കി പരിപാടി പെരയ്ക്കകത്തുള്ളത്. എൻ്റെ 32 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ, അല്ലെങ്കിൽ എന്നെപ്പോലെ പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള പ്രവാസികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 1-2 വസ്തുക്കളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കടം വാങ്ങിയാണെങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ചിരുന്ന 1-2 സാധനങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ലൈറ്റ്, ടോർച്ച് ലൈറ്റ്. അപ്പോൾ ഞാൻ അന്ന് കൊണ്ടുവന്ന 32 വർഷത്തിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് മേടിച്ച ഒരു ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ചാണ് ഇത്. കണ്ടോ, ഇത് ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തപ്പിയെടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ബാറ്ററി വീക്കായിപ്പോയി. ഉപയോഗിക്കാതിരുന്ന ബാറ്ററി വീക്കായിപ്പോയി. ഒരുപാട് വർഷമായി എനിക്കത് ഉപയോഗിക്കാൻ പറ്റാതായിട്ട്. ഈ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ച് എന്ന് പറയുന്നത് അന്നൊരു വലിയൊരു പ്രവാസിയുടെ ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായിരുന്നു. നമുക്ക് നാട്ടിലേക്ക് വരുമ്പം ശമ്പളം പൈസ കയ്യിലില്ല എങ്കിൽ പോലും ഒരു ടോർച്ച് ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റിനെ മേടിച്ചുകൊണ്ട് വരുന്നൊരു പതിവുണ്ടായിരുന്നു. പിന്നെ സാന്യയുടെ ഒരു ടോർച്ച്, ഇതൊക്കെ അന്നത്തെ പ്രവാസിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് കണ്ടോ, ഇതും അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഒരു ടോർച്ചാണ്. പിന്നെ ഈ 2 ടോർച്ച്. പക്ഷേ ഈ 2 ടോർച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിപ്പോഴും ഞാൻ ബാറ്ററി ഇട്ട് നോക്കി, ഇതിപ്പോഴും കത്തുന്നതാണ്. കണ്ടോ, ഒരുപാട് വർഷമായി ഇപ്പോഴും ഇത് കത്തുന്നുണ്ട്. അതുപോലെ ഈ ടോർച്ചും കണ്ടോ, ഇത് 2ഉം ഇന്നും പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. ഈ ടോർച്ച് ഇപ്പം നമ്മുടെ വന്നിട്ട് 20-25 വർഷമായി. ഇത് LED ബൾബല്ല കേട്ടോ, നമ്മുടെ സാധാ ബൾബാണ്. അതിന് ഇപ്പം നമ്മളെ ഒരു 10-15 വർഷത്തിന് മുമ്പൊക്കെ ഇറങ്ങിയതൊക്കെ LED ബൾബാണ്. ഇതല്ലാത്ത ബൾബാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രവാസിയുടെ എക്കാലത്തെ ഏറ്റവും വലിയ ഒരു അഭിമാനമായിരുന്നു ഈ കാണുന്ന ടോർച്ചുകളൊക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രയിൽ, എൻ്റെ 32 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ യാത്രയിൽ എന്നും എന്നോടൊപ്പം യാത്ര ചെയ്ത് എൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പക്ഷേ കുറച്ച് വർഷത്തിന് മുമ്പ്, 2-3 വർഷത്തിന് മുമ്പ്, 3 ഒരു 5-6 വർഷത്തിന് മുമ്പ് ഞാൻ ആ പെട്ടിയുടെ നമ്പർ ലോക്ക് ഒന്ന് ചേഞ്ച് ആക്കിയിരുന്നു. അതിനുശേഷം ഒരു 2-3 വർഷമായി ഞാനിപ്പോൾ ആ പെട്ടിയുടെ നമ്പർ മറന്നുപോയി. ഒരുപാട് ട്രൈ ചെയ്ത് ഞാനും മക്കളും സിന്ധുവൊക്കെ ഒത്തിരി ട്രൈ ചെയ്ത് നോക്കി. ആ നമ്പർ ലോക്ക് ഓപ്പൺ ആവുന്നില്ല. അതിനകത്ത് ഞങ്ങളുടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ആ പെട്ടി നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്കിപ്പോൾ ആ പെട്ടി വെട്ടിപ്പൊളിക്കുകയല്ലാതെ വേറെ ചെയ്യാനൊരു നിവൃത്തിയില്ല. ഒരുപാട് വർഷമായിട്ട്, 32-33 വർഷമായിട്ട് ഈ പെട്ടി എൻ്റെ കയ്യിലുണ്ട്. ഈ പെട്ടി അന്ന് എനിക്ക് എൻ്റെ ഒരു കൂടെ ജോലി ചെയ്ത അമേരിക്കക്കാരൻ എനിക്ക് അവിടുന്ന് കൊണ്ടു തന്ന പെട്ടിയാണ്.
പിന്നെ അത് എഴുതിയായിരുന്നു പെട്ടിയുടെ പേര് ഞാൻ പറയുന്നത് അതിലുണ്ട്, ഞാൻ മറന്നു. ഓരോ തവണ വന്നപ്പോഴത്തെ സ്റ്റിക്കർ ഉണ്ടല്ലേ. ഇതാണ് എൻ്റെ 33 വർഷമായിട്ട് എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പെട്ടി. ഇതാണ് എനിക്കിപ്പോഴും ഈ പെട്ടി എനിക്ക് അങ്ങോട്ട് ഇത് വെട്ടിപ്പൊളിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടമാണ്. ഇതിനകത്തിരിക്കുന്ന സാധനം എന്താണെന്ന് പോലും ഇപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് അലോയ് ബോഡിയാണ്. ഇത് തീ പിടിക്കത്തില്ല സാധനം. അലീബട്ടൻ്റെ പെട്ടിയാണ് കേട്ടോ. പണ്ടേ നമ്മള് പണ്ട് കാലത്ത് സ്കൂളിൽ പോയിക്കൊണ്ടപ്പോ ഒരു പെട്ടി ഉണ്ടായിരുന്നല്ലോ, അലൂമിനിയത്തിന്റെ പെട്ടി. ആ ഒരു നിറമായിരുന്നില്ലേ, ആ ഒരു അത് അതോ ഇതേ ടൈപ്പായിരുന്നു ആ പെട്ടി. അതൊന്നും എല്ലാ രീതിയിലും ഞാൻ തുറക്കാൻ നോക്കി, നടക്കുന്നില്ല. ഇതിൻ്റെ ലോക്കാണിത്. പിന്നെ നമ്പർ ലോക്ക് ഇതിനകത്താണ്. ഈ നമ്പരെല്ലാം ഞാൻ മാറ്റി മാറ്റി നോക്കി. ഇത് പ്രസ് ചെയ്ത് നമ്മുടെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളും എല്ലാവരും വന്ന് ഒരുപാട് ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാനിത് പൊളിക്കാമെന്ന് വിചാരിക്കുക. ഇന്നും ഇത്രയും വർഷമായിട്ട് ഇന്നും ഒരു കുഴപ്പമില്ലാതെ പുത്തൻ പോലിരിക്കുകയാണ് കേട്ടോ. എങ്ങനാ ഇത് നശിപ്പിച്ച് കളയുന്നതെന്ന് ഓർക്കുമ്പോൾ വലിയൊരു സങ്കടം. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒമാൻ എയറിൻ്റെ ഗൾഫ് എയറിൻ്റെ എല്ലാം ഉണ്ടത്. ഇനി ഞങ്ങൾ തിരുവല്ലയിൽ എൻ്റെ കുടുംബത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ പ്ലാവിൽ നിന്ന് ഒരു ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കാണാം എങ്ങനെയാ ഇരിക്കുന്നെന്നുള്ളത്. ഒരു വലിയ ചക്കയാണ്, തേൻ വരിക്കയാണ്, നല്ല വരിക്ക ചക്കയാണ്. അപ്പോൾ അത് 2 വിളഞ്ഞു കിടക്കുന്നു. അതിൽ ഒരെണ്ണം ഞങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് ഇട്ട സമയത്ത് താഴത്തെ 2 വിളയാത്ത ചക്കയുടെ മുകളിൽ വീണു. അപ്പോൾ അതിൽ ഒരെണ്ണം അവിടെ ചേച്ചി എടുത്തു, ഒരെണ്ണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ വേവിക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോൾ എനിക്ക് വരിക്കച്ചക്ക പഴുപ്പിച്ചതാണ് ഇഷ്ടം. അപ്പം നാളത്തേക്കത് പഴമാവും, അത്രമാത്രം വിളഞ്ഞു കിടക്കാൻ ചക്ക. അപ്പോൾ ആ ചക്കയും അതിൻ്റെ വലിപ്പവും അതിൻ്റെ വെയിറ്റും നമുക്കൊന്ന് നോക്കാമേ. ചക്ക എടുക്കാൻ പോവാമോ? ഞാൻ എടുത്തോണ്ട് വരാം. കണ്ടോണം നിങ്ങളാ ചക്കയിപ്പം. അയ്യോ, തന്നെ എടുക്കാമായിരുന്നോ? എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. ചക്കയുടെ വലിപ്പം കൊണ്ട് ഞാൻ അത് ഒന്ന് ലൈറ്റ് അടിക്കും. 26 കിലോ ആണ്. 26 കിലോ? 26 കിലോ ആണ്. 26 കിലോ വരിക്കച്ചക്കയാണ്, നല്ല തേൻ വരിക്കയാണ്. അപ്പോൾ ഈ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നൊക്കെ 1 കിലോ വരിക്കച്ചക്ക മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ ചക്ക തൂക്കിട്ട് 40 രൂപ 50 രൂപയാണ് ഒരു കിലോയ്ക്ക് പറയും. 26 കിലോ ചക്കയ്ക്ക് അപ്പോൾ എത്ര രൂപയാവും? ചക്കയുടെ വലിപ്പം കണ്ടോ? സിന്ധുവിൻ്റെ നിലത്തിരിക്കുകയാണ്. സിന്ധുവിൻ്റെ അത്രത്തോളം ഹൈറ്റ് ഉണ്ട്. ഭയങ്കര ചക്കയായിട്ടത് നല്ലപോലെ വിളഞ്ഞ ചക്കയാണ്. ഇവ നാളത്തേക്ക് പഴുക്കും. ഇവാൻ കുട്ടൻ്റെ ഇപ്പം സ്ഥിരം കിടപ്പ് ഇവിടെ, സ്ഥിരമായിട്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കിളിക്കൂട്, കിളി വന്നും പോകുന്നതും ഒക്കെ കണ്ട കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക. കിളി ഇരിക്കുന്ന കണ്ട വന്നിട്ട് പോയതാ കുഞ്ഞിന് തീറ്റ കൊടുത്തിട്ട്. ഇതാ ബുൾബുൾ കിളിയാന്ന് തോന്നില്ലേ? നിങ്ങൾക്കറിയാമോ ബുൾബുൾ എന്നല്ലേ ഇതിൻ്റെ പേര്? ഒന്നും ചെയ്യത്തില്ല മോനെ, ബാ കിളിക്കുട്ടാ മോനെ. കഴിക്കാൻ വേണോ? കഴിക്കാൻ വേണോ? കുഞ്ഞിക്കിളിയേ വിരിഞ്ഞിട്ട് 3-4 ദിവസമായി. ഇനിയിപ്പം വല കെട്ടിയേ പറ്റൂ. കാരണം പൂച്ചകൾ ഇവിടെ കാവല, ഒരു രക്ഷയില്ല. അപ്പം അവനെ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തി എടുക്കണം അല്ലേ? പിന്നെ ഇതെങ്ങനെ ഇവിടെ കെട്ടിയിട്ട് അങ്ങോട്ടില്ലേ? ആ ജനൽ വഴിയാണ് അവർ പറക്കുന്നത്. അപ്പം അതുവഴിയാ ഫുഡ് കൊണ്ട് കൊടുക്കും. നേരത്തെ നടുമുറ്റം വഴിയായിരുന്നേ, ഇപ്പം ജനൽ വഴിയാ. ഇപ്പം അതേ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. വലിച്ചോണ്ട് പോവാം. മാറിക്കേ ഇവാൻ, കുഞ്ഞു മാറിക്കേ. എടാ മാറടാ നീ അതിനകത്തൊന്ന്. കളിയാണല്ലോ. ലാസ്റ്റ് അപ്പം എല്ലാം വലയൊക്കെ കെട്ടി. ഇതുണ്ടോ, കുഞ്ഞുങ്ങളെ വീണാലും ദേ ഈ കുഴിയിലോട്ടേ വീഴത്തുള്ളൂ. ഈ ഇതിനകത്ത്
പുതുപോലെ ആയ കാരണം ഒരു ഷേപ്പൊന്നും ഇല്ല. പോകുന്ന ഈ ജനൽ വഴിയാ കിളി കയറുന്നതും ഇറങ്ങുന്നതും. അത് കാരണം അതുവഴി അങ്ങ് പൊക്കോളും, സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളോ പൂച്ചക്കുട്ടന്മാരുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്കിതൊന്നും കെട്ടിയില്ലേലും കുഴപ്പമില്ല അല്ലേ? പിന്നെ അവരുള്ളതുകൊണ്ടല്ലേ, അല്ലേ പിന്നെ എന്തിനാ കേട്ടത്? നമുക്ക് അവര് നിങ്ങളതിനകത്ത് വീട് കഴിഞ്ഞാൽ അവർ ഇപ്പൊ കുറേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഈ വാതിലൊന്നും തുറക്കാൻ പറ്റത്തില്ല, ഇത് പോകുന്നിടം വരെ. എന്നാലും സാരമില്ല, അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം. ആരെങ്കിലും വരുവാണേ പുറകുവശം വഴി നമുക്ക് കയറാം. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും പുറകുവശം വഴിയാണ് കയറുന്നത്. അത് ലാസ്റ്റ് അതുകൂടെ കെട്ടിയാൽ പോരെ. അവർക്ക് കാവലായിട്ട് ഗണപതി സാധനമുണ്ട്. അതെ, നമ്മുടെ ഭഗവാന്മാരെല്ലാം ഉണ്ട് ഇവിടെ. കണ്ടു, അതേ അങ്ങനെ വലയൊക്കെ കെട്ടി കണ്ടോ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ.